ഹലോ, ജയാസ് വെറൈറ്റി ബ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വിശേഷങ്ങളും കുറച്ച് രഹസ്യം അത് പിന്നെ രഹസ്യം പറയും. അതുകൊണ്ട് അതിനുള്ള എന്തൊക്കെ ഞാൻ ചെയ്തു അതൊക്കെയുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ വീഡിയോയുടെ കുറച്ച് കാര്യങ്ങളും അതും എല്ലാം കൂട്ടിക്കലർത്തിയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇനിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യവും പിന്നെ സംശയങ്ങളും എല്ലാം അതിനുള്ള ഉത്തരങ്ങളും എല്ലാം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കുറേ ആൾക്കാർ വന്ന് കമൻ്റ് ഇട്ടതും അവർ നല്ല അഭിപ്രായം പറഞ്ഞതും അവർക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യം ഇന്നലെ ചെയ്ത കാര്യം അവർക്ക് സക്സസ് ആയതും ഒക്കെ ഉണ്ട്. പിന്നെ ഇന്നത്തെ വീഡിയോ ബാക്കി കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായിരിക്കും എന്നുള്ളത് കണ്ടു നോക്കണം. വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ഒരു വലിയ കാര്യം പറയാനുള്ളത്, യുദ്ധം തുടങ്ങിയല്ലേ, എന്താണേലും എല്ലാം വരുന്നിടത്ത് വെച്ച് കാണുക എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകേണ്ടത്, അല്ലേ? എന്തിനും ഏതിനും നമ്മൾ തയ്യാറായിട്ടിരിക്കണം. നമ്മൾ ഇന്ത്യക്കാരും അല്ലാത്തവരും എല്ലാവരും തയ്യാറായിട്ടിരിക്കണം. എന്താണേലും നമ്മൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നുള്ള ആശംസയോടുകൂടി ഞാൻ പറയുവാണ്. കാരണം ആരും ഭയപ്പെടണ്ട. നമ്മൾ എന്താണേലും ഈ ലോകത്തിൽ നിന്ന് നമ്മൾ ഒരു ദിവസം പോകണമല്ലേ. അതുകൊണ്ട് ആരും ഒന്നും ഭയപ്പെടാതെ മുമ്പോട്ട് പോവുക. നമ്മുടെ മേളിലിരിക്കുന്ന ആൾ ഒരെണ്ണം നിരൂപിച്ചിട്ടുണ്ട്. നീ അങ്ങോട്ട് പോകുമ്പം നിനക്കിത് വരും, ഞാൻ അങ്ങോട്ട് പോകുമ്പം നിനക്കിത് വരും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്ന് എഴുതി പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രകാരം നടക്കത്തുള്ളൂ, അല്ലേ? അപ്പം നമുക്ക് എന്താണേലും വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് ഒന്ന് പറഞ്ഞാൽ തോന്നല്ലേ. വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് എന്താണെന്നുള്ളത് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഞാൻ അടങ്ങിയിരുന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവമായ കാര്യം. സവാസ്തവ്, റിയലി സവാസ്തവ്, സത്യമായ കാര്യമാണ്. അപ്പം എന്താ രഹസ്യം എന്നുള്ളത് ഞാൻ പിന്നീടേ പറയത്തുള്ളൂ കേട്ടോ. ഇന്നപ്പം ഞാൻ എഴുന്നേറ്റപ്പോൾ തൊട്ട് എനിക്ക് പണിയോട് പണി തന്നെയാണ്. അപ്പം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം. നിങ്ങളുമായിട്ട് എന്തിനായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ളത് ഞാൻ പിന്നീടേ പറയത്തുള്ളൂ കേട്ടോ. കാരണം ഇപ്പം നമുക്കത് പറയാൻ പറ്റില്ല. ഇന്ന് ഞാൻ ശരിക്കും കറി വെച്ച എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാവേ. രാവിലെ തന്നെ കുറച്ച് മാവും കൂടെ അരച്ച് വെച്ചു കേട്ടോ. അപ്പോൾ വൈകിട്ടാകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ പുളിച്ച് വരും അത്. അപ്പോൾ കുറച്ച് മാവ് അവിടെ ഇരിപ്പുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ മാവിനെയും കൂടെ ചേർത്താൽ മതിയല്ലോ രാത്രി സന്ധ്യ ആകുമ്പം. പിന്നെ ഞാനൊരു വലിയ പുളിശ്ശേരിയെ വെച്ചിട്ടുണ്ട് കേട്ടോ. മുട്ടനൊരു പുളിശ്ശേരി വെച്ചു. പിന്നെ നമ്മൾ ഈ തവി കഴിയിട്ടില്ല. പിന്നെ നമ്മൾ വറുത്തരച്ച് വെച്ച മീൻകറി വെച്ചിട്ടുണ്ട്. അടുത്തത് ബീൻസ് മെഴുക്കുരട്ടി വെച്ചു. ഇതെന്തായിരുന്നു? ഇത് ഇന്നലത്തെ അയിലക്കറിയാണ്, അതും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. പിന്നെ നമ്മൾ ചോറൊക്കെ വെച്ചു. പിന്നെ ഇത് രാത്രിത്തേക്കുള്ള മുട്ടക്കറിക്ക് വഴറ്റി വെച്ചേക്കുവാണ്. മീന് വറുത്തും വെച്ചു. പിന്നെ നമ്മുടെ മുട്ടയുണ്ടല്ലോ, മുട്ട പുഴുങ്ങി വെച്ചേക്കുവാണ്. ഇത് ചപ്പാത്തിക്ക് രാത്രിത്തേക്ക് ജ്യൂസ് പിഴിഞ്ഞ് വെച്ചു. പിന്നെ രാവിലെ എന്നായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ കാപ്പിക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉപ്പുമാവായിരുന്നു. എനിക്കും ചേട്ടനും അമ്മയ്ക്കും ഉപ്പുമാവും, മോന് പിന്നൊരു കാര്യം കൂടെ ഉണ്ട്, സാമ്പാർ വെളുപ്പിനെ തന്നെ നീട്ടിയൊരു സാമ്പാർ, അമ്മയ്ക്കൊക്കെ ഇഷ്ടമുള്ള സാമ്പാർ, നീട്ടിയൊരു സാമ്പാറും വെച്ചിരുന്ന് അതിനെടുത്ത് ചൂടെല്ലാം ആറിയതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് വെച്ചു. അതെനിക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്, അതുകൊണ്ടാണ്, അമ്മയ്ക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതിനെ അങ്ങനെ വെച്ചു. പിന്നെ കുറേ ജ്യൂസ് ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം. മുളകരച്ച് മീൻ പുരട്ടി വെച്ചു, മുളക് അരച്ചല്ല, മുളക് പുരട്ടി വെച്ചു. ഇതാണ് സാമ്പാർ കേട്ടോ ഈ പാത്രത്തിൽ. പിന്നെ കുറച്ച് ജ്യൂസ് ഉണ്ടാക്കി, മാംഗോ ജ്യൂസ്. അപ്പം ഇത്രയും പണികളൊക്കെ എൻ്റെ കഴിഞ്ഞിരിക്കുവാണ്. ഇത് ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കണം. ഉണ്ടാക്കിയതിന് ശേഷം അത് രാത്രിയിലത്തേക്കാണ് ചപ്പാത്തി. ഇപ്പം മണി 11:30 ആയതേ ഉള്ളൂ. ഇത്രയും ആക്കിയെല്ലാം വെച്ചു.
ഇനി അടുത്ത എന്നാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നത്. അപ്പം കുറേ ആൾക്കാർ ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയ്ക്ക് ചേച്ചി ഒരു ദിവസം ചെയ്താൽ മതിയെന്നായിരുന്നു ആദ്യത്തെ അവരുടെ വീഡിയോയിൽ. ഒരു ദിവസം ചെയ്താൽ മതി എന്നാ ചേച്ചി പറഞ്ഞു. പിന്നെ എന്തോ ഒരെണ്ണം വന്നു കഴിഞ്ഞപ്പോൾ 21 ദിവസത്തേക്കാക്കി. പക്ഷെ ഞാൻ ആദ്യത്തെ ഒരു വീഡിയോയുടെ ഒരു ദിവസം മാത്രമേ ചെയ്തോളൂ. എനിക്ക് പ്രയോജനം കിട്ടി കേട്ടോ. അതിൻ്റെ ആണോ എന്താണോ എന്നാണേലും എനിക്ക് പ്രയോജനം കിട്ടി. പിന്നെ ഞാൻ പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു രഹസ്യം, ഇന്നത്തെ ഈ രഹസ്യം ഞാനുണ്ടല്ലോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് 2 ദിവസം കഴിഞ്ഞുള്ളൂ കേട്ടോ. ഈ രഹസ്യം ഷെയർ ചെയ്യുന്നു. അപ്പം ആ രഹസ്യം എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ വിചാരിക്കും എന്തോ വലിയ രഹസ്യമാണ്. അത് ഷെയർ ചെയ്യാം കേട്ടോ. എന്താണേലും 2 ദിവസം കഴിഞ്ഞ് ഷെയർ ചെയ്തോളാം. പിന്നെ ഇന്ന് ആരെങ്കിലും കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ടോ നോക്കട്ടെ. ഇത്രയും ജോലികളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഇത് ഞാൻ പറഞ്ഞില്ലല്ലോ, ഇതെനിക്ക് നേരത്തെ ഉള്ള വള തന്നെ കേട്ടോ. നിങ്ങളായിട്ടെല്ലാം ഷെയർ ചെയ്യണ്ടേ. അപ്പം എനിക്ക് ഈ വള, മറ്റേ വള എപ്പോഴും നിത്യമിട്ടുകൊണ്ട് നടക്കുന്ന വളയൊക്കെ മാറ്റി ഈ 2 വള ഇട്ടു കേട്ടല്ലോ. പിന്നെ എന്നാ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ഏതാണ്ടൊക്കെ കുറച്ചൊക്കെ ആൾക്കാർക്ക് മനസ്സിലായി കാണുമോ എന്നാന്ന് എനിക്കറിയത്തില്ല. വലിയ ഇതായിട്ടുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. എന്താണേലും ഞാൻ പറയാം. എനിക്കൊരു മാങ്ങ തിന്നാൻ കൊതിയാവുന്നു. എന്ത് ചെയ്യും? പിന്നെ തിന്നാം അല്ലേ. നിങ്ങളുടെ മുമ്പേ ചെന്ന് പാവം പിള്ളേരെ കൊതിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം വീഡിയോയിൽ വേറെ കമൻ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കൂടെ നമുക്കിന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞ വീഡിയോയിലല്ലേ ഒരു അനൂപ് ആക്ഷൻ ബ്ലോഗ് എന്നും പറഞ്ഞ് ഒരു സബ്സ്ക്രൈബർ എനിക്ക് വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ട്. എന്തായിരുന്നു ഇത് കറക്റ്റാണ് ഇന്നലെ ഞാൻ ചെയ്തത്. അത് പറഞ്ഞേക്കുന്നത് 7 ദിവസം തുടർച്ചയായി ചെയ്യാനാണ് കേട്ടോ. പലരും പല അഭിപ്രായത്തിൽ പറയുന്നുണ്ട്. ശരിക്കും എല്ലാം കറക്റ്റ് ആയിരിക്കും കേട്ടോ. എൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞത്, ഞാൻ ചെയ്തത് ഒരു ദിവസമേ ചെയ്തോളൂ കേട്ടോ. എനിക്ക് പക്ഷെ അത് റിസൾട്ട് കിട്ടിയായിരുന്നു. പക്ഷെ അനൂപ് എന്ന് പറയുന്ന അത് പറയുന്നുണ്ട് 7 ദിവസം ചെയ്യാം. ഏതാണേലും പ്രശ്നമില്ല കേട്ടോ. അത് പ്രത്യേകം എൻ്റെ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾ അശുദ്ധമായിരിക്കുന്ന സമയത്തും അല്ലാത്ത സമയത്തും കുളിക്കാതെ എങ്ങനെയൊക്കെയാണേലും ചെയ്യാമെന്നുള്ളത്. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഇതിലൂടെ ഞാൻ കുളിച്ചിട്ടായിരുന്നു അന്ന് ചെയ്തത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സത്യസന്ധമായ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ ആ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രജനി ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. കുറേ ആൾക്കാർക്ക് എന്നാ നല്ല ഒരു വീഡിയോ നമ്മളിട്ടാലും ഇപ്പം വേറെ എന്താണേലും ഇപ്പം തലമുടി എന്ത് ടിപ്സ് എന്താണേലും അത് ചീത്ത കമൻസും ഇഷ്ടംമാരി കാണും. അതിനായിട്ട് തുനിഞ്ഞിരിക്കുന്ന ആൾക്കാർ ഇഷ്ടംമാരിയുണ്ട്. പക്ഷെ നമ്മൾ ആരും ഉപദ്രവിക്കാതിരിക്കുക അല്ലേ. ചീത്തയാണെങ്കിൽ ചെയ്യണ്ട, വിശ്വാസമില്ല ചെയ്യണ്ട, അങ്ങനെയൊക്കെ നിങ്ങൾ നോക്കുക. അപ്പം എന്താണേലും ഇതിനകത്ത് ഒത്തിരി ആൾക്കാർ കമൻ്റ് ഇട്ടിട്ടുണ്ട്. കുറേ ആൾക്കാർക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതാണ് എല്ലാവർക്കും ഇത് ഇത്ര ഇൻട്രസ്റ്റ്. അതുപോലെ ഇനിയും ഞാൻ അതിനകത്ത് ചെയ്യാൻ ഒരെണ്ണം കൂടെ ചെയ്യുന്നുണ്ട്. അതെനിക്ക് ക്ലിയർ ആയിട്ട് റെഡി ആവുകയാണെങ്കിൽ മാത്രമേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യത്തുള്ളൂ കേട്ടോ. പക്ഷെ റെഡി ആയില്ലെങ്കിൽ ഞാനത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ചേച്ചിക്കാണ് അതിൻ്റെ ദോഷം വരുന്നത് അല്ലേ. അത് ചുമ്മാതാ ഇങ്ങനെന്നൊക്കെ പറഞ്ഞ് പിന്നെ ആൾക്കാരങ്ങ് തുടങ്ങും. എനിക്ക് റെഡി ആവുകയാണെങ്കിൽ ഞാൻ അതും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെഡി ആവുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇതുപോലായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. എന്താണേലും ഇന്ന് ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ദിവസം നമ്മുടെ ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇത്രയും ജോലികളൊക്കെയാണ്. ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പ്രത്യേകിച്ച് ഇനി കമൻറ്റിനകത്ത് ഞാൻ നോക്കിയിട്ടൊന്നും കണ്ടില്ല കേട്ടോ. ഒത്തിരി ആൾക്കാർ പിന്നൊരു വ്ളോഗ് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ട്, ജയചേച്ചി എനിക്ക് രജിത എന്നല്ലായിരുന്നു ചേച്ചിയുടെ ഇതിനകത്ത് ഞാൻ കണ്ടിരുന്നാണ്. പിന്നെ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞിട്ട് ആ ചേച്ചി കണ്ടില്ലെന്നോ ചെയ്തില്ലെന്നോ എന്തോ പറഞ്ഞു. അപ്പോഴാണ് ജയചേച്ചിയുടെ ഇത് ഇങ്ങനെ വന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം. അതിന് ഒത്തിരി കടബാധ്യത ഇതൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് അത് ചെയ്ത് നോക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എന്താണേലും നിങ്ങൾ ഇത് ആരെയും പുച്ഛിക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ അതെന്താണേലും ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് നല്ല പോസിറ്റീവ് ഇതായിട്ട് തന്നെ നമ്മൾ ചെയ്യണം. അല്ലാണ്ട് ഈ ശരിയാവോ എന്നും ചോദിച്ചോളെ ചെയ്യപ്പെടൊന്നും വേണ്ട. നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം. ഇത് ചെയ്താൽ എനിക്ക് കിട്ടും, ഇത് റെഡിയാവും, എന്താണേലും അങ്ങനെ വേണം ചിന്തിച്ച് ചെയ്യാൻ. അപ്പം ശരിക്കും നിങ്ങൾക്ക് ഉറപ്പായിട്ട് പോസിറ്റീവായിട്ട് നടന്നിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പകർത്തിയത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണം. അപ്പം
പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.